അപ്പോൾ ഡീസൽ നമ്മുടെ സോണിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് കയറി നോക്കാം. ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ഫ്രാക്ചർ ലോഗ്സ്. ബഡീസേ, ഇന്ന് നമുക്കൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ PS5 എത്ര ഇത് ചെയ്തിട്ട് ഓണാണല്ലോ. ഞാനും കംപ്ലൈൻ്റ് ആയി തോന്നുന്നു. അപ്പോൾ ഞാനൊരു ഷോപ്പിൽ നേരത്തെ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. അവിടെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോ ഒരു പവർ സപ്ലൈ അടിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് മിക്ക PS5യും എടുക്കുന്നവർ ആലോചിച്ചോ, മറ്റേ ഇപ്പോൾ സ്ലിം എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ അല്ല, ഞാൻ കഴിഞ്ഞ ഇയർ എടുത്താണ്. അപ്പോൾ ഈ ഇയർ മറ്റേ സ്ലിം എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ മോഡലുള്ളവർ ശ്രദ്ധിച്ചു, നമ്മൾ ഇതിങ്ങനെ വെക്കരുത്, ഇതിങ്ങനെ വെക്കണം, മനസ്സിലായോ? അതായത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴാണ് ആ കോയിലെന്തോ ഇതായിട്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് മെയിൻ സർവീസ് സെൻ്ററിൽ ജസ്റ്റ് ഈ ഡാറ്റ അതായത് പവർ കേബിളിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് ഓർത്തിട്ടാണ് നമ്മൾ സാധാ ഒരു ഷോപ്പിൽ കാണിച്ചപ്പോഴത്തേക്ക് അവർ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയപ്പോൾ തന്നെ അവർ പറഞ്ഞത് സംഭവം അടിച്ചു പോയി. അതിന് 9500 അടുത്ത് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കണം. അപ്പോൾ അത് ഒരു ഇത്തിരി കൂടി ലൈഫ് കിട്ടും. എല്ലാ PS5നും 1 ഇയർ ലൈഫ് കിട്ടുള്ളൂ എന്നാണ് അവർ പറയണത്. അപ്പോൾ വടീസ് നമ്മൾ ഈ മെയിൻ സർവീസ് സെൻറ്ററിൽ പോയിട്ട് എന്താ അവസ്ഥയെന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം. അതിന് മുമ്പ് സശ ഓർത്തേക്കണം സശേനെ കൊണ്ടുപോകുന്നതാണ്. കൊണ്ടുപോകണട്ടാ, നമുക്ക് കൊണ്ടുപോകുള്ളത് സ്കൂട്ടറിനാണ് പോണത്. അതുകൊണ്ട് വടീസേ നമുക്ക് സശേനെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ നമുക്ക് നേരെ സർവീസ് സെൻ്ററിലോട്ട് പോകാം. അപ്പോൾ ഡീസൽ നമ്മുടെ സോണിയുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അകത്തോട്ട് കയറി നോക്കാം. 1 week later. അപ്പോൾ ഡീസേ നമ്മുടെ PS5 സോണി കൊടുത്തിട്ട് ഒരാഴ്ച, അതായത് നമുക്ക് അന്ന് തന്നെ തിരിച്ചു കിട്ടി. പക്ഷേ അവർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ PS5ക്ക് നമുക്ക് ഇതില്ല, അതായത് സർവീസ് അവർ ചെയ്ത് തരില്ല, സർവീസ് ഇല്ല, നമുക്ക് ശരിയാക്കാൻ പറ്റൂല, അതായത് നമുക്ക് റീപ്ലേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് അവർ സോണിക്ക് മെയിൽ ചെയ്ത് നോക്കാം, റിക്വസ്റ്റ് ചെയ്ത് നോക്കാം എന്താ പറ്റുന്നത് വെച്ചാൽ നമുക്ക് 1 ഇയർ കഴിഞ്ഞ 1 ഇയറും 3 months എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാറണ്ടി കിട്ടൂല, അതായത് റീപ്ലേസ് ചെയ്ത് കിട്ടൂല. അപ്പോൾ അവർ പറഞ്ഞ സോണിക്ക് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം, അങ്ങനെയാണെങ്കിൽ അവരുടെ റിപ്ലൈ അനുസരിച്ച് നമുക്ക് എന്താണെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് സോണി റിപ്ലൈ വന്ന് എന്താണെന്ന് വെച്ചാൽ 30%, പുതിയ PS5 എടുക്കുകയാണെങ്കിൽ 30% ഒരു ഡിസ്കൗണ്ടും തരും. പിന്നെ നമ്മൾ ഈ പഴയ PS5 തിരിച്ചു കൊടുക്കാൻ വേണം. അപ്പോൾ അവർ ഇന്ന് വിളിച്ചിട്ടുണ്ടായി ഇങ്ങനെ ഒരു ഓഫർ പറയാൻ. അപ്പോൾ നമ്മൾ ഓർത്താ ഇനിയിപ്പോൾ ഇത് ശരിയാക്കി എടുക്കാൻ പുറത്തുകൊണ്ട് ശരിയാക്കാൻ പറ്റും, ഒരു 9-10 രൂപ അടുത്ത് വരും ശരിയാക്കാനായിട്ട്. നമ്മൾ ഓർത്ത് ആ പേയ്മെൻറ്റ് ശരിയാക്കി. ഇനി അപ്പോൾ അവർ പറഞ്ഞ പുതിയ മോഡൽ, അതായത് ഇത് കണ്ട, ഇത് പഴയ മോഡലാണ്. പഴയ മോഡൽ മീൻസ് ഒരു വർഷം, ഇപ്പോൾ ഒരു പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ ചെറുത് സ്ലിമ്മായിട്ട്, അതായത് 4 ഫേസ് വന്നത്. അത് വേറെ അകത്തൊന്നും വ്യത്യാസമില്ല, പക്ഷേ ഇത്രയും കൂടി ചെറുതായിരിക്കും. ഞാൻ വേറെ ഷോപ്പിൽ കാണിക്കാൻ വേണ്ടി ഇത് കംപ്ലയിൻറ്റ് കാണിക്കാൻ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇത് ശരിയാക്കാൻ പറ്റും 10 രൂപ. പക്ഷേ ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ മറ്റേ പുതിയ മോഡലാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഇത് തിരിച്ച്, അതായത് സോണിക്ക് തന്നെ കൊടുക്കുക. അതായത് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് 30% ഓഫർ കിട്ടും, അതായത് പുതിയ PS5ക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാമെന്ന് വെച്ച് നമ്മളിപ്പോൾ നേരെ സർവീസ് സെൻ്ററിലോട്ട് പോകണേണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ മുമ്പ് സശേനെ കൊണ്ടുപോകുന്ന ഓർത്തിക്കണേണ്. സശക്ക് വയ്യാതിരിക്കണേ, നാളെ സശയുടെ ബർത്ത്ഡേ ഒക്കെയാണ്. അപ്പോൾ സശനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നേരെ സർവീസ് സെൻ്ററിലോട്ട്. അപ്പോൾ ഡീസൽ നമ്മുടെ ഫുൾ ബോക്സോടെ എത്തിയേക്കണ ഉണ്ടോ കൊടുക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഇത് ഫുൾ, അതായത് ഇതിൻ്റെ ഒരു ജോയിസ്റ്റിക്കും ഒരു കൺസോളും ഒരു ജോയിസ്റ്റിക്കും കിട്ടും. അപ്പോൾ ഇത് മൊത്തം നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് കൊടുക്കാം. ഡീസൽ സോണി ഓതറൈസ്ഡ് സർവീസ് സെൻ്ററാണ്. നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ ഡീസൽ നമ്മുടെ PS5 കൊടുത്ത് നമ്മുടെ പഴയ PS5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതേ ഒരു 7 to 15 ദിവസം, ഇത്രയും ദിവസത്തിൻ്റെ ഇടക്കാണ് അവർ പറഞ്ഞേക്കണം. അതിനുള്ളിൽ അവർ വിളിക്കും. നമ്മുടെ പുതിയ മോഡൽ സ്ലിം എന്ന് പറഞ്ഞാൽ ചെറിയ മോഡലാണ് നമ്മൾ എടുക്കുന്നത്, ഡിസ്കൊക്കെ ഇടാൻ പറ്റണം. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ബില്ലും കാര്യങ്ങളുമാണ്. അപ്പോൾ 15 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. PS5 എടുക്കാൻ പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യും, കമൻറ്റും ചെയ്യും. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഓക്കെ, ബൈ.
അപ്പോൾ ബഡീസേ നമ്മതേ ആരാണ്